തട്ടിയതുമായി ബന്ധപ്പെട്ട കേസിൽ മുൻ എംഎൽഎയും മന്ത്രിയുമായിരുന്ന ആന്റണി രാജു ഇപ്പോൾ അയോഗ്യനായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഇനിയിപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും കഴിയില്ല. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ഒരു വിധിയിലേക്ക് എത്തിച്ച ഒരു വ്യക്തി, ഒരു മാധ്യമ പ്രവർത്തകനാണ് അനിൽ ഇമ്മാനുവൽ. അദ്ദേഹത്തിന് വ്യക്തി ജീവിതത്തിൽ പോലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. സ്വന്തം മാധ്യമ സ്ഥാപനത്തിൽ നിന്ന് പോലും പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അല്ലേൺ ഇപ്പോൾ ജനം ടിവിക്കൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഈ കേസുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രവർത്തിച്ചിരുന്ന മേഖലയിൽ നിന്ന് തന്നെ മാറി നിന്ന് ഈ ഒരു വിവരം പുറത്തേക്ക് എത്തിക്കേണ്ടതായി വന്നു. ആ ഒരു സാഹചര്യം എങ്ങനെയാണ് ഉണ്ടായത്? ഞാൻ 17 വർഷം ജോലി ചെയ്ത സ്ഥാപനത്തിൽ നിന്നാണ് ഈ പറഞ്ഞ പോലെ അവസാനിപ്പിച്ച് രാജിവെച്ചിറങ്ങേണ്ടി വന്നത്. സാഹചര്യം എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ മാധ്യമപ്രവർത്തന ജീവിതത്തിൽ ചെയ്യാറുള്ളത് പോലെ ഒരു പ്രധാനപ്പെട്ട ഒരു വാർത്ത നമ്മുടെ ശ്രദ്ധയിൽ വരുന്നു. അതിനെക്കുറിച്ചൊന്ന്, അതായത് ഞാനൊക്കെ ജോലി ചെയ്തു തുടങ്ങുന്ന കാലം മുതൽ 2001 മുതൽ ഞാൻ ജോലി ചെയ്യുന്നു. അപ്പൊ 25 വർഷമാകുന്നു. അപ്പൊ ഈ കാലത്തൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ഈ ആന്റണി രാജു പ്രതിയായ ഒരു അടിവസ്ത്ര തിരിമറി കേസ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഇതെന്താണ് എന്നുള്ളത് ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇത് ചർച്ചയാവാറുണ്ട്. പ്രത്യേകിച്ച് ആന്റണി രാജു മത്സരിക്കുമ്പോൾ ആന്റണി രാജുവിന്റെ ഇടതുപക്ഷത്ത് ഇന്ന് സീറ്റ് അനുവദിക്കാൻ കഴിയില്ല എന്നൊരുവാണ് BS അച്യുതാനന്ദൻ കർശന നിലപാടെടുത്തത്. അങ്ങനെയൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ട്. അതിനൊടുവിലാണ് B സുരേന്ദ്രൻപിള്ള മത്സരിക്കുന്നതും മന്ത്രിയാകുന്നതും ഒക്കെ. അങ്ങനെയെല്ലാം പലപ്പോഴും ഇലക്ഷൻ കാലത്ത് ഇതിങ്ങനെ ചർച്ചയാവാറുണ്ട്. പ്രത്യേകിച്ച് അന്ന് മന്ത്രിയായ പ്രതിക്കെതിരെ ഇതുപോലൊരു വാർത്ത, ഒരു വെളിപ്പെടുത്തലുണ്ടാകും, അല്ലെങ്കിൽ ഇതുപോലെ സംഗതി പുറത്തു വരുമ്പോൾ അയാൾ രാജിവെക്കേണ്ടി വരും. അങ്ങനെ ഒരു വാർത്തയെ സംബന്ധിച്ച് ഏത് മാധ്യമ സ്ഥാപനത്തിലും വലിയ താല്പര്യമുള്ളതാകും. അപ്പൊ സ്വാഭാവികമായിട്ട് 17 വർഷം അവിടെ ജോലി ചെയ്ത് ഞാൻ അതങ്ങനെ വിചാരിച്ചു. അങ്ങനെ തന്നെയാണ് മുമ്പൊക്കെ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഈ വാർത്തയുടെ കാര്യത്തിൽ വന്നപ്പോൾ സമീപനം മാറി എന്ന് എനിക്ക് വളരെ പെട്ടെന്ന് മനസ്സിലായി. എന്താണ്, ഇതുവരെ ആരും അതിന്റെ പുറകെ ഒന്നും പോയിട്ടില്ല. ഇത്രയും പഴക്കമുള്ള ഒരു കേസല്ലേ, അയാള് മന്ത്രിയായിട്ട് ചെയ്ത അഴിമതിയൊന്നും അല്ലല്ലോ, പിന്നെന്തിനാണ് എന്നായിരുന്നു ചോദ്യം. മാത്രമല്ല സർക്കാരിനെ അങ്ങനെ വല്ലാതെ ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടോടെ പറഞ്ഞു. അപ്പോ ഈ ഘട്ടത്തിലാണ് അത് യഥാർത്ഥത്തിൽ എന്നെ വല്ലാതെ പ്രതിസന്ധിയിലാക്കിയ ഒരു കാര്യമാണ്. കാരണം ഞാൻ ഇതിന്റെ രേഖകൾ കൈ നടന്നതും ഏറെക്കുറെ എല്ലാം സംഘടിപ്പിച്ചതും ഒക്കെ അറിയുന്നവർ പലരും ഉണ്ട്. ഇതിലെ പഴയ അന്വേഷണ ഉദ്യോഗസ്ഥരടക്കം പലരും ഇതായിരുന്നു വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുണ്ട്. കാരണം അവർക്കൊന്നും അത് എങ്ങും എത്തിക്കാൻ പറ്റിയില്ല. ഓഫീസേഴ്സ് എന്നുള്ളതിലേക്ക് അവർക്ക് അതിനകത്ത് പരിമിതികളുണ്ടായിരുന്നു. അവർ റിട്ടയർ ചെയ്ത് പോവുകയും ചെയ്തവരാണ്. അപ്പോൾ ഇതൊരു തീരുമാനം ഉണ്ടാകുമെന്ന് കാത്തിരിക്കുമ്പോൾ അത് വാർത്ത പബ്ലിഷ് ചെയ്യാൻ കഴിയാതെ വരുന്ന സാഹചര്യം ചിലപ്പോൾ നിങ്ങൾക്ക് നേരിട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് ഞാനത് എവിടെയെങ്കിലും പുറത്തു വിട്ടേ കഴിയുന്നുള്ള സാഹചര്യം വന്നു. പക്ഷെ അവിടെ നിന്നുകൊണ്ട് മറ്റൊരു സ്ഥാപനത്തിന് കൊണ്ടുപോയി വാർത്ത കൊടുക്കണ്ട എന്ന് വിചാരിച്ചതുകൊണ്ട് ഞാനത് എന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുന്നത്. 2022 ജൂലൈ 17 പോസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രേഖകൾ സുരക്ഷിതമായ ഒരു സ്ഥലത്ത് മാറ്റിവെച്ച ശേഷമാണ് ഒരു പുലർച്ചെ 5 മണിയോടെയാണ് ഞാനത് പോസ്റ്റ് ചെയ്യുന്നത്. പോസ്റ്റ് ചെയ്ത ശേഷം പിന്നീട് നിങ്ങളൊക്കെ മാധ്യമങ്ങളെല്ലാം അത് ഏറ്റെടുത്ത് വലിയ വാർത്തയെ അറിയണം. ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടായി. എന്നോട് വേണ്ടെന്ന് പോയ മാധ്യമ സ്ഥാപനത്തിനടക്കം അതെന്റെ പേജിൽ നിന്ന് എടുത്ത് വാർത്ത കൈകാര്യം കൊടുക്കേണ്ടി വന്നു. പിന്നെ ഹൈക്കോടതിയുടെ ഇടപെടലുണ്ടാകുന്നു. പ്രതി ഹൈക്കോടതിയെ സമീപിക്കുന്നു, രക്ഷയില്ല സുപ്രീം കോടതിയെ സമീപിക്കുന്നു. അങ്ങനെയാണ് ഒടുവിൽ ഇവിടെ എത്തി നിൽക്കുന്നത്. അത് ഇത്തരത്തിൽ എല്ലാവരും ഏറ്റെടുത്ത് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് എത്തുമെന്ന് എനിക്ക് അന്ന് അങ്ങനെ പ്രതീക്ഷിച്ചിട്ടില്ല, വിചാരിച്ചിരുന്നില്ല. അയാൾ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടി വരും, അത് കഴിഞ്ഞാൽ തുടർ നടപടി എന്നുള്ളതാണ് കരുതിയിരുന്നത്. പക്ഷെ ഇപ്പോ ഉണ്ടായിരിക്കുന്നത് കോടതി ജുഡീഷ്യറിയുടെ അന്തസ് ഉയർത്തുന്ന ഒരു വിധിയാണിതെന്ന് ഞാൻ പറയാം. കാരണം ജുഡീഷ്യറിയുടെ മൂക്കിന് കഴിയാണ് ഈ കേസ് ഈ അവസ്ഥയിലായത്. തുടക്കത്തിൽ പോലീസ് കാണിച്ചൊരു അനാസ്ഥയുണ്ട്. 1990 മുതൽ 2006 വരെ പോലീസ് കാണിച്ച അനാസ്ഥയുണ്ട്. പക്ഷെ 2006 ഇവരെ പ്രതികളാക്കി കാണിച്ച് കുറ്റപത്രം കൊടുത്ത ശേഷം ആ അനാസ്ഥ ജുഡീഷ്യറിയുടെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത്. 16 വർഷം ഒരു അനക്കവുമില്ലാതെ ഈ കേസ് കോടതിയിൽ ഇരുന്നതിന്റെ ഉത്തരവാദിത്തം ജുഡീഷ്യറിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഞാൻ അത് ഏത് തരത്തിൽ ഇടപെടലുണ്ടായി, എങ്ങനെ ഉണ്ടായി എന്ന് കൺക്ലൂസീവ് പറയാൻ എനിക്ക് കഴിയില്ല. കാരണം എന്റെ രേഖയില്ല. പക്ഷെ അതിൽ അലംഭാവം ഉണ്ടായി, അനാസ്ഥ ഉണ്ടായി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. നമുക്ക് എന്നെ നാൾ വഴികൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ IPC 409 ചുമത്തണം എന്നൊരു ആവശ്യം ഹൈക്കോടതിയിൽ ഉന്നയിക്കുകയുണ്ടായി. അത്തരം ഒരു ഉറച്ച തീരുമാനത്തിലേക്ക് എത്തിയത് അതില് പിന്നെ അതൊരു നിർണായകമായി എന്ന് മനസ്സിലാവുന്നത് ഇന്ന് ഈ വിധി വരുമ്പോഴാണ്. അത് കോടതി അംഗീകരിച്ചിട്ടുണ്ട്. അത് ഈ വിചാരണയുടെ അവസാന ഘട്ടം എത്തുമ്പോൾ അതിലെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എനിക്ക് വേണമെങ്കിൽ എന്റെ സോഴ്സ് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഉദ്യോഗസ്ഥന്റെ ഇടപെടൽ അക്കാര്യത്തിൽ പറയാവുന്നതാണ്. കാരണം ഞാനിത് ആദ്യം ഈ വിഷയത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ മുതൽ ഹൈക്കോടതി വിജിലൻസിൽ അന്ന് ജോലി ചെയ്തിരുന്ന DYSP അതായത് ജോസഫ് സാജു എന്നൊരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം വിരമിച്ചത് കൊണ്ടാണ് ഞാൻ ഇക്കാര്യം തുറന്നു പറയുന്നത്. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇതിന്റെ പേരിൽ ഉപദ്രവങ്ങൾ നേരിടേണ്ടി വരാം. അപ്പോൾ അദ്ദേഹമാണ് ഇതിൽ ആദ്യം തന്നെ വളരെ നിയമപരമായി വളരെ നല്ല ധാരണയുള്ള ഒരാളാണ്. പോലീസ് വിജിലൻസിലും ഒക്കെ പ്രവർത്തിച്ചിരുന്നു. ഹൈക്കോടതി വിജിലൻസിൽ പ്രവർത്തിക്കുമ്പോൾ ഈ രേഖകൾ കാര്യത്തിൽ എനിക്കും പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഞാൻ പരാതി അയക്കും അദ്ദേഹത്തെ ബന്ധപ്പെടുകയാണ് ചെയ്തിരുന്നത്. അതുപോലെ തന്നെ ഈ കേസിലെ എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് അത്തരം കാര്യങ്ങളിൽ ഒരു അഡ്വൈസ് ഉണ്ടായിരുന്നു.
അദ്ദേഹമാണ് സജസ്റ്റ് ചെയ്തത്. പിന്നെ ഈ 409 എന്നുള്ള വകുപ്പ് കൂടെ അതിനകത്ത് വരേണ്ടതാണ് എന്ന് പറഞ്ഞു. കാരണം പൊതുപ്രവർത്തകർ പബ്ലിക് സർവൻസിന്റെ വിശ്വാസവഞ്ചനയാണത്. കാരണം കോടതിയുടെ ജീവനക്കാരനായിരുന്നുകൊണ്ടാണ് അയാൾ കോടതിയിലെ ഒരു രേഖ അല്ലെങ്കിൽ തൊണ്ടി വസ്തു മാനിപ്പുലേഷൻ നടത്താൻ വേണ്ടി വിട്ടുകൊടുത്തത് എന്ന് പറയുമ്പോൾ അതുകൂടെ അത് ജീവപര്യന്ത ശിക്ഷ വരാവുന്ന കുറ്റമാണ്. അതുകൂടെ ചേർക്കണമെന്ന് അദ്ദേഹമാണ് അഡ്വൈസ്. അതനുസരിച്ചാണ് ഒരു അഭിഭാഷകന്റെ കാര്യം കൂടെ പ്രത്യേകം പറയേണ്ടതുണ്ട്. അജിത് ജെ അഞ്ചർലേക്കർ എന്ന് പറഞ്ഞിട്ട് ഫീസ് ഒന്നും തന്നെ വാങ്ങാതെയാണ് അദ്ദേഹം ഇതിനുവേണ്ടി നമ്മൾ ഉയർത്തിപ്പിടിച്ച ഒരു കോസ് അല്ലെങ്കിൽ ഒരു ആശയം ത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം അതിന് തയ്യാറാണ്. ഹൈക്കോടതിയിൽ അദ്ദേഹമാണ് പ്രസന്റ് ചെയ്തത് ഈ വകുപ്പ് കൂട്ടിച്ചേർക്കുന്ന കാര്യത്തിന് വേണ്ടി. അതിനു മുമ്പ് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വെക്കണമെന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയെ ഒന്ന് സമീപിച്ചിരുന്നു. അതിനും അദ്ദേഹമാണ് അന്ന് എന്നെ സഹായിച്ചത്. അതുകൊണ്ട് ഈ ആളുകളുടെ ഇതിൽ ഏറ്റവും തുടക്കത്തിൽ ആദ്യം തന്നെ ഇതുപോലെ തന്നെ ഫീസില്ലാതെ ഞാൻ ഈ വിഷയം പുറത്തു കൊണ്ടുവന്നപ്പോൾ ഇക്കാര്യത്തിൽ ഹൈക്കോടതിയിൽ കക്ഷി ചേർന്ന്, അതായത് കേസ് ക്വാഷ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ഇതിലെ പ്രതി ആന്റണി രാജു ഹൈക്കോടതിയിൽ പോയിരുന്നു. അപ്പോൾ അതിൽ കക്ഷി ചേരാൻ ഞാൻ ശ്രമിച്ചു. കക്ഷി ചേർന്നതിനെ എതിർക്കാൻ ശ്രമിച്ചിരുന്നു. അപ്പോഴേക്കും ഞാൻ പറഞ്ഞ പോലെ ഞാൻ ജോലി ചെയ്ത മാധ്യമ സ്ഥാപനത്തിൽ ഞാൻ രാജിവെച്ച് കഴിഞ്ഞിരുന്നു. അപ്പോൾ എന്റെ രാജിക്ക് കാരണം ഒരു വാർത്ത അവിടെ കൊടുത്തിരുന്നെങ്കിൽ മന്ത്രി വെക്കേണ്ടി വരുമായിരുന്നു. അതുണ്ടായില്ല. പകരം എന്റെ രാജിയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ ഒരു നീതി ഉറപ്പാക്കണമെന്നൊരു തോന്നലുകൊണ്ടാണ് ഞാൻ കക്ഷി ചെയ്യാൻ തീരുമാനിച്ചത്. അന്ന് എന്നെ സഹായിച്ചത് അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടമാണ്, സീനിയർ അഡ്വക്കേറ്റാണ്. അപ്പോൾ അങ്ങനെ തുടങ്ങി ഈ മനുഷ്യന്റെ ഈ ആൾക്കാരുടെ സമാന ചിന്താഗതിയുള്ള അല്ലെങ്കിൽ നമ്മുടെ വളരെ പോസിറ്റീവായി ഇത്തരം കാര്യങ്ങൾ ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഈ മനുഷ്യരുടെ കൂടെ സപ്പോർട്ട് ഇക്കാര്യത്തിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ നേരത്തെ ഈ ഡിവൈഎസ്പിയെ വിരമിച്ച് ജോസഫ് സാജുവിന്റെ ഇടപെടൽ 409 എന്ന് പറഞ്ഞ വകുപ്പ് കൂട്ടിച്ചേർക്കുന്നത് ഏറ്റവും നിർണായകമാണ്. അത്തരത്തിലാണ് നിർണായകമായ ഒത്തിരി ഇടപെടലുകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അനിൽ ഇമ്മാനുവൽ എന്ന മാധ്യമപ്രവർത്തകന്റെ ഒരു നിശ്ചയദാർഢ്യവും അദ്ദേഹത്തിന്റെ ആ ഒരു പോരാട്ടവും ഈ കേസിൽ ആന്റണി രാജുവിനെതിരായി ഈ ഒരു വിധി ഉണ്ടാവാൻ ഇടയായിട്ടുണ്ട്. ചരിത്രപരമായ ഒരു വിധി എന്ന് തന്നെ ഇതിനെ വിശേഷിപ്പിക്കുകയും ചെയ്യാം. സുബിൻ തോമസ്, ജനം, ഇടുക്കി.